അത് ശരി. അപ്പൊ അതാണ് പരിപാടി. പൊട്ടിച്ചിതറിപ്പോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക. കൊള്ളാം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഒന്നിച്ചു വിചാരിച്ചാലും അത് നടക്കില്ല മക്കളെ. രാജു, ഇയാളെ ഒന്ന് കൈകാര്യം ചെയ്തേക്ക്. ഓ, ഒന്ന് വന്നേ. എടാ, ആയുധങ്ങളൊക്കെ ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കണം. അതിന്റെ സമയമൊക്കെ കഴിഞ്ഞുപോയി. ഒന്നും ചെയ്ത് വീടിനകത്ത് തന്നെ ഇരുന്നിട്ട് എന്റെ കൈ ധരിക്കുന്നു. ആ, മണ്ടത്തരമൊക്കെ ചെയ്തു കൂട്ടുന്നതിനേക്കാൾ നല്ലതേ ഒന്നും ചെയ്യാതെ അടങ്ങി ഒതുങ്ങി ഒരു ഭാഗത്തിരിക്കുന്നതാ. ഞാൻ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ചെയ്തു തന്നിട്ടില്ലേ? എടാ, പാൽപ്പായസം ആണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അറിയാതെ ആണെങ്കിലും അതിലൊരു തുള്ളി പരാമർ വീണുപോയാ അത് പിന്നെ വല്ലതിനും കൊള്ളാമോടാ. പാവം, മണ്ടത്തരം കൊണ്ട് എന്തൊക്കെയോ പറ്റിപ്പോയി. അമ്മയായ എനിക്കല്ലേ ക്ഷമിക്കാൻ പറ്റൂ. ആ, പോട്ടെ. നീ വിഷമിക്കാതെ. നീയേ നന്നായി 4 നേരവും ആഹാരമൊക്കെ കഴിച്ച് ജിമ്മിൽ പോയി മസിലൊക്കെ ഒന്ന് പെരുപ്പിക്കേ. എന്നിട്ട് വെയിറ്റ് ചെയ്. അവസരം വരുമ്പോഴേ കുതിച്ചു ചാടാം. അനവസരത്തിലുള്ള അറ്റാക്കേ നമുക്ക് ക്ഷീണം ചെയ്യും. എനിക്ക് വേറൊരു ടെൻഷൻ കൂടിയുണ്ട്. അതെന്താ? നീ ഇനി ഞാൻ അറിയാതെ വേറെ ഏടാകൂടത്തിൽ വല്ലതും പോയി ചാടിയോ? അമ്മ അറിയാത്ത ഒരു ഏടാകൂടോ എനിക്കില്ല. അല്ലമ്മേ, അനന്തപിള്ള ഇപ്പൊ നമ്മുടെ ശത്രുവല്ലേ? അല്ലേ? അതിന് അയാള് നമ്മളെ ഒറ്റോന്ന് എനിക്കൊരു സംശയം. ഒറ്റാനോ? വല്യമ്മാവനെ ബോംബ് വെച്ച് കൊല്ലാൻ നോക്കിയത് ഞാനാണെന്നെങ്ങാനും അയാള് വിളിച്ച് പറയുവോ? ഏയ്, അയാൾ ഒരിക്കലും അത് ചെയ്യില്ല. അങ്ങനെ പറഞ്ഞ അതിന്റെ പ്രേരണാ കുറ്റം അയാളുടെ തലയിലിരിക്കില്ലേ? ആ, അത് ശരിയാ. അയാൾ അതൊക്കെ വിട്ടു. അയാളെ ഇപ്പൊ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ തിരക്കില. ഋതു അകത്തേറി പ്രാർത്ഥിച്ചോ? ഞാൻ കൗണ്ടറിൽ പോയി വഴിപാടിനുള്ള രസീത് കുറിച്ചുകൊണ്ട് വരാം. അതിന് രാജുവിന് അറിയോ ഏതൊക്കെ വഴിപാടാ കഴിക്കേണ്ടെന്ന്? അതെന്നോട് പറഞ്ഞു തന്നാ പോരെ? പോരാ. അച്ഛന്റെ മനസ്സ് മാറാനും അച്ഛനോടെല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടാനും വഴിപാടുകൾ കഴിക്കണം. പിന്നെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു ഐക്യമത്യ പൂജ അമ്മ പണ്ട് കഴിപ്പിച്ചിരുന്നതാ. ഇതൊക്കെ ഈ അമ്പലത്തിൽ എല്ലാ ദിവസവും ഉണ്ടോ ആവോ? ഈ ഐക്യമത്യ പൂജയും നവഗ്രഹ പൂജയൊക്കെ എല്ലാ ദിവസവും ഉണ്ടോ? ഐക്യമത്യ പൂജ വെള്ളിയാഴ്ച തോറും മാത്രമേ ഉള്ളൂ. നവഗ്രഹ പൂജ എന്നും ഉണ്ട്. ഒരു ഐക്യമത്യ പൂജ വെള്ളിയാഴ്ച കഴിപ്പിച്ചാ മതി. പേരുന്നാളും പ്രതാപവർമ്മ അവിട്ടം, പത്മാവതി മകം. ആ ശരി, ചെയ്യാം. അത് ശരി. അപ്പൊ അതാണ് പരിപാടി. പൊട്ടിച്ചിതറിപ്പോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക. കൊള്ളാം. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഒന്നിച്ചു വിചാരിച്ചാലും അത് നടക്കില്ല മക്കളെ. രാജു, ഇയാളെ ഒന്ന് കൈകാര്യം ചെയ്തേക്ക്. ഓ, ഒന്ന് വന്നേ. വാ, നടക്ക്. നടക്ക്. ഈ ക്ഷേത്ര ദർശനത്തിന് വരുന്നവരുടെ പുറകെ നടന്ന് ചൊറിഞ്ഞ ഇവിടെ ക്ഷേത്ര സംരക്ഷണ സമിതിയുണ്ട്. അവരോടൊന്ന് പറഞ്ഞാ മതി. അവരെ തന്നെ എടുത്ത് ക്രിക്കറ്റ് കളിക്കും. തിരുമേനി, ഞാൻ അമ്പലത്തിലേക്ക് ഒരു ആനയെ നടക്കിരുത്താൻ തീരുമാനിച്ചിരിക്കുക. അതൊക്കെ വലിയ പാടാ സാറേ. ഓലമടലും പനമ്പട്ടയും ഒക്കെ ലോറിക്ക് അടിക്കണം. പിന്നെ ഒരു 2 പാപ്പാമാരെങ്കിലും വേണം. അതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട്. ആനയുടെ ചിലവുകളും പാപ്പാമാരുടെ ശമ്പളമൊക്കെ ഞാൻ തന്നെ അങ്ങ് വഹിച്ചാ പോരെ? നിങ്ങൾ ഈ ആസാമിൽ നിന്നും ലേലത്തിൽ പിടിക്കുന്ന യാതൊരു അനുസരണയുമില്ലാത്ത ആനയല്ലേ? അനുസരണ തീരെ കാണില്ല. അതിനെയൊക്കെ മേയ്ക്കാൻ വലിയ പാടാ സാറേ. വരിക. ആ ശരി. ശിവപുരത്ത് അമ്പലത്തില് കാളയെ നടക്കടിക്കാം. തന്നെ നാട്ടുകാര് കെട്ടിക്കൊണ്ടുപോയി
അവിടെ നടക്കടിക്കും. ദാ, പോടോ വരുതു. ഛേ, damn it. ദേവി മഹാമായ എൻ്റെ അച്ഛൻ്റെ നിരാശയും സങ്കടങ്ങളും മാറ്റിക്കൊടുക്കണേ. അച്ഛൻ്റെ മനസ്സിന് സമാധാനം കൊടുക്കണേ. അച്ഛൻ പഴയതുപോലെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ. ദേവി കാത്തോളണേ. മക്കളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും വേണുവേട്ട, ഒരു സംശയം വേണ്ട. ഇല്ലാതെ കുട്ടികളുടെ പ്രാർത്ഥന മാത്രമല്ല, എത്ര പാവങ്ങളുടെ പ്രാർത്ഥനയാ ദൈവത്തിന്റെ ചെവി ചെന്നലക്കണേ. എത്ര പേർക്കാ, എത്ര കുടുംബങ്ങളെ വർമ്മ സാറ് സഹായിച്ചേക്കണ്. ആ മലയിടിച്ചിലുണ്ടായില്ലേ കാഞ്ഞൂര് പുഴയില്, അവിടുത്തെ വീടുകളൊക്കെ പണിത് കൊടുത്തതേ വർമ്മ സാറിന്റെ ഒറ്റ കഴിവില്ല. തെരഞ്ഞെടുപ്പിന് ആര് മത്സരിച്ചാലും ജേട്ടനൊന്നുമില്ല. ആരുടെ കാല് വാരി അലക്കിയിട്ടാണെങ്കിലും ജേട്ടനൊരു പിയെ ആയിരിക്കും. ദൈവമേ, ഈ ഇലക്ഷൻ കൊണ്ട് ഞങ്ങൾക്ക് 2 കാറുകളും ഒരു ബംഗ്ലാവും തരണേ. വർമ്മ സാറ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണം, മന്ത്രി ആവേ വേണം. അത് ഈ നാടിന്റെ ആവശ്യമാണ്. അല്ല അച്ഛാ, ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. എന്താണാവോ? ഇത്രയും കാലം ഞാൻ എന്റെ ഭർത്താവിനും മകനും വേണ്ടി ജീവിച്ചു. ഭർത്താവിനെയും മകനെ അങ്ങ് വിട്ടേക്ക്. നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, അതാ അതിന്റെ ശരി. ആയിക്കോട്ടെ, ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചു. ഇനിയുള്ള കാലം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അതെന്താ മനസ്സിലായില്ല? ഒരു ത്യാഗം. അല്ല, മനുഷ്യ ജീവിതത്തിൽ അതും വേണ്ടേ? അതാ ഞാൻ ചോദിച്ചത്, എനിക്ക് മനസ്സിലായില്ല. അത് മറ്റൊന്നുമല്ല, ഒരു പൊതുജന സേവനം. ഞാനും ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. രാഷ്ട്ര സേവനത്തിനോ? അതെ അതെ. ഇവര് കാശുണ്ടാക്കാനുള്ള പുതിയ വഴികൾ ആലോചിക്കോ? ഇവര് തെരഞ്ഞെടുപ്പിന് നിന്നാ എതിർ സ്ഥാനാർത്ഥി നാണം കെട്ട് പത്രിക പിൻവലിക്കും. ഞാനൊരിക്കൽ പഞ്ചായത്ത് ഇലക്ഷന് മത്സരിച്ചതാ. ഓ, ഏത് മുന്നണിയില്? മുന്നണി ഏതാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. എന്റെ ചിഹ്നം ഒലക്കെ ആയിരുന്നു. ചൂല് പോരായിരുന്നോ? അല്ല, എന്നിട്ട് ജയിച്ചോ? ഒരു വോട്ടിന് തോറ്റുപോയി. എന്ന് വെച്ചാ ഒരൊറ്റ വോട്ടേ കിട്ടിയുള്ളൂ എന്നർത്ഥം. ഇവരുടെ ഒരേ ഒരു വോട്ട്. ഞാൻ തമാശയല്ല പറയുന്നത്. അല്ല, ഞാൻ ഇവിടെ നിന്ന് മത്സരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? അമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, മന്ത്രിയാവണം, അതുപോരെ?